സിയു ന്യൂസ് വാർത്തകൾ വായിക്കുന്നത് സൽമ. പ്രധാന വാർത്തകൾ. പഴം പറിക്കുന്നതിന് നവദമ്പതികൾ അറസ്റ്റിലായി. ഹാബേൽ കൊലപാതകം. അറസ്റ്റിലായ ജ്യേഷ്ഠൻ കൈന് ജീവപര്യന്തം തടവ്. ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി യൂത്ത് ഇൻ ക്രൈസ്റ്റിന് വിജയത്തിന്റെ പൊൻതിളക്കം. ശവപ്പെട്ടി കച്ചവടക്കാരുടെ നിരാഹാര സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 3ാം നിലയിൽ നിന്നും താഴെ വീണ യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വർഷത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ബ്രദർ ഇയോബ് 3ാം സ്ഥാനത്ത്. വിമൻസ് ഫെലോഷിപ്പ് 1 വർഷത്തെ ചെയിൻ പ്രയർ രൂപീകരിച്ചു. ഇസ്രായേലിന്റെ സീനിയർ പാസ്റ്റർ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. മിഷൻ പ്രവർത്തനത്തിന് 13 പേരെ ദത്തെടുത്തു. ആകാശത്ത് അജ്ഞാത വൃത്താകാരം. പരിഭ്രാന്തരായി ലോകജനത. ലോകത്തിന് അത്ഭുതമായി ഒരു കഴുക. സിയോൺ യാത്ര മാസികയിൽ തെറ്റ്. ആക്ഷേപവുമായി വിശ്വാസികൾ. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ എല്ലാ മീറ്റിംഗിലും ബനാന പബ്സ്. പ്രതിഷേധിച്ച് യുവാക്കൾ രംഗത്ത്. ടോപ്പ് സീനിയറിൽ മത്സരമില്ല. കടുത്ത വിഷാദത്തിൽ വിദ്യാർത്ഥികൾ. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ വാർഷികാഘോഷം കാട്ടാക്കട നഴ്സറി സ്കൂളിൽ വെച്ച് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ വിശദമായി. പഴം പറിച്ചെത്തുന്നതിന് നവദമ്പതികൾ അറസ്റ്റിലായി. ഇന്നലെ വൈകിട്ട് ഏലം തോട്ടത്തിലായിരുന്നു സംഭവം. തോട്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഇവരെ കാവൽക്കാരായി നിയമിച്ചിരിക്കുകയായിരുന്നു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ഇവരുടെ ലേബർ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് നവദമ്പതികൾ ലംഘിച്ചതിനാലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ അല്പം മുമ്പ് ദൈവിക കോടതിയുടെ മുൻപാകെ ഹാജരാക്കി. തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും പാമ്പ് തങ്ങളെ പ്രേരിപ്പിച്ചതാണെന്നും പ്രതികൾ കോടതിയിൽ പറഞ്ഞു. ഇവരുടെ മേലുള്ള കുറ്റം കോടതിക്ക് ബോധ്യമായതിനാൽ പുറപ്പാട് സെക്ഷൻ 20-30 പ്രകാരം ഇവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി വാതിലടച്ചു. പ്രേരണ കുറ്റത്തിന് പാമ്പിനെയും അറസ്റ്റ് ചെയ്തു. അനുസരണക്കേട് പാപമാണെന്നും അനുസരിക്കാത്തവർക്ക് തക്കതായ ശിക്ഷയ്ക്ക് യോഗ്യരാണെന്നും കോടതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹാബേൽ കൊലപാതകം. അറസ്റ്റിനായ ജ്യേഷ്ഠൻ കൈന് ജീവപര്യന്തം തടവ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേലിന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരനായ കൈന് നേരിട്ട് പങ്കുള്ളതായി ഏകദൃക്സാക്ഷിയും ന്യായാധിപതിയുമായ ദൈവം വെളിപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത കൈന് ഇരട്ട ജീവപര്യന്തം. സഹോദരനോടുള്ള അസൂയയാണ് കൊലയ്ക്ക് കാരണമായി കൈൻ പറയുന്നത്. വീടിന് സമീപത്തുള്ള വയലിൽ വെച്ച് അടിച്ചായിരുന്നു സഹോദരനെ കൊലപ്പെടുത്തിയത്. ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി യൂത്ത് ഇൻ ക്രൈസ്റ്റിന് വിജയത്തിന്റെ പൊൻതിളക്കം. 2 തലങ്ങളിലായി നടന്ന പരീക്ഷയിൽ മൈനർ, മേജർ, സീനിയർ വിഭാഗങ്ങളിൽ നിന്നും 9 പേർ ക്യാഷ് അവാർഡിന് അർഹരായി. വർഷങ്ങളായി ആർക്കും മാറിക്കൊടുക്കില്ല എന്ന വാശിയിൽ മത്സരിച്ചവരും വിജയികളിൽ പെടുന്നു. മത്സരിച്ചവരിൽ പലരും വിരലിലെണ്ണാവുന്ന മാർക്കുമായി വീട്ടിലേക്ക് മടങ്ങി. മാർക്ക് കുറഞ്ഞതിന്റെ വ്യക്തമായ കാരണം അന്വേഷിക്കാൻ യൂത്ത് ഡയറക്ടർ പാസ്റ്റർ അജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയിൽ നിന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ലഭിച്ചത്. മാനത്ത് മഴ കറക്കുമ്പോൾ മൂടി പുതച്ച് കിടന്നുറങ്ങുകയും ബൈബിൾ തുറന്നു പോലും നോക്കുകയും ചെയ്യാത്ത യുവജനങ്ങളാണ് സഭകളിലുള്ളതെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്തു. ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് യൂത്ത് ഇൻ ക്രൈസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ രംഗത്തു വന്നു. അടുത്ത വർഷം 1 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിട്ട് വരണമെന്ന് അവർ അറിയിപ്പ് നൽകി. ശവപ്പെട്ടി കച്ചവടക്കാരുടെ നിരാഹാര സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കർത്താവിന്റെ വരവിൽ മരണം കാണാതെ എടുക്കപ്പെടുമെന്ന് വാർത്ത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശവപ്പെട്ടി കച്ചവടക്കാർ സമരത്തിന് മുതിർന്നത്. കർത്താവിന്റെ വരവ് വൈകിപ്പിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഈ വിവരം അറിഞ്ഞതോടെ ഷാമിയാന യൂണിയനും മൊബൈൽ മോർച്ചറി അസോസിയേഷനും പിന്തുണയുമായി രംഗത്തു വന്നു. 3ാം നിലയിൽ നിന്നും താഴെ വീണ യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോക പ്രശസ്ത സുവിശേഷകൻ പൗലോസിന്റെ ഹെവൻലി ക്രൂസൈഡ് യോഗത്തിനിടയിലാണ് സംഭവം. യൂത്തിക്കോസ് ഉറങ്ങിയതാണ് 3ാം നിലയിൽ നിന്നും താഴെ വീഴാനുണ്ടായ കാരണം. ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഇതറിഞ്ഞ മുഖ്യ പ്രാസംഗികൻ പൗലോസ് അടുക്കെ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ജീവിതത്തിലേക്ക് മടങ്ങി പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ യൂത്തിക്കോസിന്റെ അടുത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിനായി അഖിൽ ലൈനിൽ ചേരുന്നു. അഖിൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാം അഖിൽ, പറയൂ. ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം അവിടുത്തെ നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് വെച്ചാൽ ഇപ്പോ കേൾക്കുന്നുണ്ടോ അഖിൽ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറയൂ അഖിൽ. യൂത്ത് കോസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് കോസിന് വേറെ പ്രശ്നങ്ങളില്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ യൂത്ത് കോസിനോട് കൂടുതൽ സംസാരിക്കാൻ യൂത്ത് കോസിനായിട്ട് നമ്മളിപ്പോൾ യൂത്ത് കോസ് നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. യൂത്ത് കോസിനൊന്ന് കണക്ട് ചെയ്യാം. എന്താണ് അവിടെ ഉണ്ടായത്? അതായത്
അതായത് ശരിക്കും ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പണി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ പൗലോസ് അപ്പച്ചൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. അത് അടിപൊളി പ്രസംഗമാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴേക്കും പോകാൻ ശരിക്കും താല്പര്യമൊന്നും ഇല്ലായിരുന്നു, കാരണം 2 ദിവസമൊക്കെ ഉറങ്ങി. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്താണ് 3 നില ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മടി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കയറി ചെന്ന് അവിടെ ഇരുന്നപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. സാറേ ഞാൻ പിന്നെ കണ്ണുറക്കുന്നത് അവിടെ ആശുപത്രിയിലായിരുന്നു. അപ്പോഴിതാ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ മരിച്ചു പോയതും പൗരസഭ്യനെ പ്രാർത്ഥിച്ചാണ് എന്നെ ഉയർത്തെടുപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ തറ വീണപ്പോഴേക്കിന്റെ പുറന്തല്ലാണ് അടിക്കുന്നത്. വീടിന്റെ ഒമ്പതാക്കത്തേക്ക് കലങ്ങിപ്പോയെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. എനിക്കിപ്പോഴാണ് ഇതിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ നാട്ടുകാർ പറയുന്നത് നിങ്ങൾ മദ്യലഹരിയിലാണ് തല ഇറങ്ങി വീണെന്നാണ് അറിയപ്പെടുന്നത്. അത് ഈ നാട്ടുകാർക്ക് ഭയങ്കര കുശുമാണ്. ഞാൻ വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര അസൂയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ എങ്ങനെ പറയുന്നത്. ശരിക്കും അങ്ങനെ ഒന്നുമില്ല. ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന നല്ലൊരു ഭക്തനാണ്. അതുകൊണ്ടാണ് ദൈവം എന്നെ വിടുവിച്ചത്. പൗരസഭയുടെ പ്രാർത്ഥന മുഖാന്തരം മാത്രമാണ് ഞാൻ ഇപ്പോൾ ജീവനോട് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പരിക്കുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്? എനിക്കിപ്പം എൻ്റെ നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ കാല് പരിക്കുണ്ട്, അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. തലയ്ക്കാണ് അടിക്കിട്ട് ഇപ്പം തലയ്ക്ക് കുഴപ്പമില്ല. നിങ്ങൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ യൂത്ത് കോസിന്റെ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാമറമാൻ അഖിലിനൊപ്പം അലൻ. ശരി അഖിൽ, നന്ദിയുണ്ട്. ഈ വർഷത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ബ്രദർ ഇയോബ് 3-ാം സ്ഥാനത്തിൽ. ദാവീദിനെ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ബ്രദർ ഇയോബ് ഈ നേട്ടം കൈവരിച്ചത്. 1-ഉം 2-ഉം സ്ഥാനത്തിൽ അബ്രഹാമും ശലോമോനും തുടരുന്നു. സിയോൻ യാത്ര മാസിക സർവേ അടിസ്ഥാനത്തിലാണ് ഇയോബിനെ കോടിപതിയായി തിരഞ്ഞെടുത്തത്. ഈ വർഷത്തെ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് തനിക്ക് നിരവധി കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും ദൈവം തന്നെ ഇരട്ടിയായി അനുഗ്രഹിച്ചു എന്നും ഇയോബ് ട്വിറ്ററിൽ കുറിച്ചു. വിമൻസ് ഫെലോഷിപ്പ് 1 വർഷത്തെ ചെയിൻ പ്രയർ രൂപീകരിച്ചു. മഴയ്ക്കായി കേഴുന്ന വേഴാമ്പൽ പോലെ വായും തുറന്നുറങ്ങുന്ന സഹോദരിമാരുടെ ഉറക്കം കെടുത്തുന്നതിന് സിയോൻ അസംബ്ലി വനിതാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീളുന്ന ചെയിൻ പ്രയർ രൂപീകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പലരും രംഗത്ത് വന്നു. ഞങ്ങൾക്ക് ഉറക്കമാണ് പ്രധാനമെന്നും ഉറങ്ങി എഴുന്നേറ്റ് ഉണ്ണുന്ന സമയത്ത് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്നും വനിതാ ഡയറക്ടർ സിസ്റ്റർ സന്ധ്യയെ അറിയിച്ചു. ഇസ്രായേലിന്റെ സീനിയർ പാസ്റ്റർ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. ചില ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫിലിസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായ തോൽവിയും തന്റെ മക്കളുടെ വേർപാടും പാഴ്സണേജിലിരുന്ന് ടിവിയിൽ കണ്ട ഏലി കസേരയിൽ നിന്നും പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ പുതിയ ബിഷപ്പായി ശമൂവേലിനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഒരിടവേള. ഇന്റർനാഷണൽ ക്വാളിറ്റി ഡ്യുവലെക്സ് പെയിന്റ് പായലും പൂപ്പലും പിടിക്കുന്ന പെയിന്റുകൾക്ക് സമീപിക്കുക പാസ്റ്റർ ജോയ് ജോസഫ്. പെയിന്റിംഗ് വർക്കുകൾക്ക് സമീപിക്കുക പാസ്റ്റർ രജിരാജ്. ഇന്റർനെറ്റ് പോലെയുള്ള മൈക്കുകൾക്കും മിന്നൽ പോലെയുള്ള ലൈറ്റുകൾക്കും സമീപിക്കുക പാസ്റ്റർ റോബിൻ മാത്യു. ചന്ദനവും മാനക്കൊമ്പും ഒത്തുചേരും ഫോറസ്റ്റ്. നല്ല ഇനം കടത്ത ചന്ദനങ്ങൾക്കും ആനക്കൊമ്പുകൾക്കും നക്ഷത്ര ആമുകൾ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി എന്നിവയ്ക്ക് സമീപിക്കുക പാസ്റ്റർ അനിൽ രാജ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയും മീനില്ലാത്ത മീൻ കറിക്കും പച്ചക്കറിയില്ലാത്ത സാമ്പാറിനും സമീപിക്കുക പാസ്റ്റർ ധർമ്മൻ ആൻഡ് ഫാമിലി. മിഷൻ പ്രവർത്തനത്തിന് 13 പേരെ ദത്തെടുത്തു. കേരളത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നതിന് പ്രവർത്തകരുടെ ലഭ്യത കുറവുള്ളതിനാൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും 13 ബംഗാളികളെയാണ് മിഷൻ ഡയറക്ടർ ദത്തെടുത്തത്. മലയാളികൾക്ക് വീട്ടുകാരെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാലും ഗ്യാസിന്റെ പ്രശ്നമുള്ളതിനാൽ പരിപ്പ് കഴിക്കാൻ കഴിയാത്തതിനാലുമാണ് സുവിശേഷ തൽപരരായ ബംഗാളികളെ ദത്തെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആകാശത്ത് അജ്ഞാത വൃത്താകാരം, പരിഭ്രാന്തരായി ലോക ജനത. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആകാശത്തിൽ ഈ വൃത്താകാരം കാണപ്പെട്ടു. ബൈബിളിൽ എസെക്കിയേൽ പുസ്തകത്തിൽ പറയുന്ന ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയുമുള്ള വസ്തുവാണിതെന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നാണ് ശാസ്ത്രവീക്ഷണം. വ്യക്തമായ ഒരു തെളിവ് കിട്ടാത്ത സാഹചര്യത്തിൽ ഇതെന്താണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ലോകത്തിന് അത്ഭുതമായി ഒരു കഴുത കുടുംബം. പഴയ നിയമ കാലഘട്ടത്തിലെ ബിലയാമിന്റെ കഴുതയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കഴുതയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ കഴുത ഇപ്പോൾ നമ്മോട് കൂടെ ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ കഴുത, കേൾക്കാമോ? ഇപ്പോൾ ഉണ്ടായ ഈ നേട്ടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ സംഭവം നടന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് തൊഴുത്തിൽ ഇങ്ങനെ കാര്യം കുടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് 2 പേര് വന്നത്.
രണ്ടുപേരും എന്നെ അഴിച്ചുകൊണ്ടൊക്കെ പോയി. എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടില്ല. എന്റെ അപ്പൂപ്പനെ പോലത്തെ കഴിവൊന്നും എനിക്കില്ല. ഞാൻ അവരുടെ ചോദിക്കുമായിരുന്നു സംസാരിച്ചൊക്കെ. പക്ഷെ എനിക്ക് അത് അറിഞ്ഞുകൂടില്ല. ഞാൻ ആദ്യം വിചാരിച്ച എന്റെ ഉടമസ്ഥ എന്റെ വിറ്റ് കാണുമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കാര്യം അറിയണത്. യേശുവിന് സഞ്ചരിക്കാനുള്ള വാഹനമായിരുന്നു ഞാൻ അവിടെ വിട്ടുപോയി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ എല്ലാവരും തുണിയും ഉടുപ്പും പിന്നെ അവിടെ കിടന്ന ഇലയും എല്ലാവർക്കും ഓടിച്ച് എനിക്ക് നടക്കേണ്ട വഴിയിലൊക്കെ ഇട്ടു. എനിക്ക് വേണ്ടിട്ടല്ല അത് ചെയ്തെന്ന് അറിയാം. എന്നാൽ അതിനുശേഷം എനിക്ക് നാട്ടിലൊക്കെ ഭയങ്കര പേരായി വേണം. അതിനുശേഷം അതുവരെ എന്നെ കഴുതി എന്നൊക്കെ വിളിക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ എന്നെ എല്ലാവരും കഴിഞ്ഞ സാറിനാണ് വിളിക്കാറ്. പണ്ട് ഇതുപോലെ എന്റെ അപ്പൂപ്പനും ഇതുപോലെ ഒരു സംഭവം എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. എന്റെ അപ്പൂപ്പനെ ഇതുപോലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കഥയൊക്കെ കേട്ടിട്ടാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വേണം. ഇപ്പൊ എന്നെ എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടെയാണ് നോക്കണം. ശത്രുക്കൾ മുമ്പാകെ വേഷമെടുക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിച്ച് വേണം. എനിക്ക് പറയാൻ നാവുകളില്ല. എന്നെ ഇപ്പൊ പല സ്ഥലത്തും സാക്ഷ്യം പറയാനൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്തോന്നാണ് പറയേണ്ടി കാരണമുണ്ട്. എനിക്ക് നന്ദിയില്ലാതെ ശരി ശരി, നന്ദിയുണ്ട്. ഞങ്ങളോട് കൂടെ അനുഭവം പങ്കുവച്ചതിന് വളരെ നന്ദി. സിയോൻ യാത്ര മാസികയിൽ തെറ്റ് ആക്ഷേപവുമായി വിശ്വാസികൾ. സിയോൻ യാത്ര മാസികയുടെ ഡിസംബർ മാസത്തിലെ പ്രസിദ്ധീകരണത്തിലാണ് തെറ്റ് കണ്ടെത്തിയത്. ഇതോടെ മാസികയുടെ എഡിറ്റർ പാസ്റ്റർ അരുൺ വിശദീകരണവുമായി രംഗത്തു വന്നു. മാസിക വാങ്ങുന്നവരെല്ലാം വായിക്കുന്നുണ്ടോ എന്നറിയാൻ മനഃപൂർവ്വമായി വരുത്തിയ തെറ്റാണെന്ന് പാസ്റ്റർ അറിയിച്ചു. മാസികയിൽ വരുന്ന ലേഖനങ്ങളിൽ അറിയാതെ വരുന്ന തെറ്റ് കണ്ടുപിടിക്കാത്ത ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുത്തിയ ഫ്രണ്ട് പേജിലെ തെറ്റ് കണ്ടുപിടിച്ചതിൽ എഡിറ്റർ ഖേദം പ്രകടിപ്പിച്ചു. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ എല്ലാ മീറ്റിംഗിലും ബനാന പബ്സ്, പ്രതിഷേധിച്ച് യുവാക്കൾ രംഗത്ത്. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ എല്ലാ മീറ്റിംഗുകൾക്കും തുടർച്ചയായി ബനാന പബ്സ് കൊടുത്തതിന്റെ പേരിലാണ് യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. തങ്ങൾ പഴങ്ങൾ അല്ലെന്നും പഴം പബ്സ് നൽകി തങ്ങളെ പഴങ്ങൾ ആക്കരുത് എന്നും യുവാക്കൾ പ്രതികരിച്ചു. ഇത് കാരണം പല യുവാക്കളും പ്രോഗ്രാമിന് പോലും വരാൻ മടിക്കുന്നു എന്നും ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. വീണ്ടും ഇത് ആവർത്തിക്കുന്ന പക്ഷം ഹെഡ് ഓഫീസിന് മുൻപിൽ വാഴ നട്ട് പ്രതിഷേധം നടത്തുമെന്നും യുവാക്കൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് യുവാക്കൾ. ടോപ്പ് സീനിയറിൽ മത്സരം ഇല്ല, കടുത്ത വിഷാദത്തിൽ വിദ്യാർത്ഥികൾ. 4 വയസ്സിൽ തുടങ്ങി നീണ്ട 18 വർഷങ്ങളായി സൺഡേ സ്കൂളിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ ടോപ്പ് സീനിയറിൽ എത്തിയപ്പോൾ കലാമത്സരങ്ങളിൽ നിന്നും അവരെ അവഗണിച്ചു എന്ന് അവകാശപ്പെടുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് അന്വേഷിച്ചപ്പോൾ അവരെ അധ്യാപകരുമായി മത്സരിക്കാൻ അനുവദിച്ചതായി സൺഡേ സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ അനിൽകുമാർ വ്യക്തമാക്കി. എന്നാൽ ഈ തീരുമാനത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൽമ ശക്തമായി പ്രതികരിച്ചു. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ വാർഷികാഘോഷം കാട്ടാക്കട നഴ്സറി സ്കൂളിൽ വെച്ച് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. 2024-25 വർഷത്തെ വാർഷികാഘോഷം വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. 5 സെന്ററുകളിൽ നിന്നുമുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളും ബൈബിൾ ക്വിസ് വിജയികൾക്കുമുള്ള സമ്മാനദാനവുമാണ് പ്രധാന പരിപാടികൾ. ഇന്നത്തെ വാർഷികാഘോഷത്തിൽ തന്റെ അഭാവത്തിലും പ്രസിഡന്റ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. അവിടുത്തെ തത്സമയ വാർത്തകൾ നൽകാനായി ആനി നമ്മോടൊപ്പം ചേരുന്നു. ആനി, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? സൽമ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട യൂത്ത് ഇൻ ക്രൈസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ പ്രായഭേദമന്യമില്ലാതെ കുറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒരു മടിയും തന്നെ കൂടാതെ അവിടെ വന്നിട്ടുണ്ടെന്ന് വളരെ ആഹ്ലാദത്തോടെ ഇരിക്കുന്ന അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്ര കടുത്ത മഴയിലും വലിയ ബസ്സൊക്കെ പിടിച്ച് നല്ല പാട്ടൊക്കെ ഇട്ട് ഇവിടെ അടിച്ചു പൊളിച്ചെന്ന വിശ്വാസത്തിലാണ് നമുക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാവരും ആഹ്ലാദിക്കുന്നുണ്ടെങ്കിലും ചില മുഖങ്ങളിലേക്ക് വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും സ്റ്റേജിൽ മനോഹരമായ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം നടക്കുന്നതിനിടയിലും സ്പോൺസറെ തപ്പി നടക്കുന്ന ഒരു പാസ്റ്ററെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെയായിട്ട് ഇവിടെ ബൈബിൾ ക്വിസ് വിജയികളായ കുട്ടികൾ 9 പേരാണുള്ളത്. അവരുടെ ക്യാഷ് അവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യവും അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ വേറെ എതിർപ്പുകളൊന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല. നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇറങ്ങാം. എന്താണ് യൂത്ത് ഇൻ ക്രൈസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഇവിടെ ഈ പ്രോഗ്രാമുകൾ നടത്തുന്ന എല്ലാവർക്കും ഓരോ പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെന്നാണ് അഭിപ്രായം. ഓക്കെ,
പറഞ്ഞതുപോലെ എല്ലാവർക്കും ഓരോ പ്രോത്സാഹന സമ്മാനം നൽകണമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അത് സംഘാടകർ ഏറ്റെടുത്ത് നടത്തുമെന്ന് വിശ്വസിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ കാലാവസ്ഥയിലും എല്ലാവരും ഒരു കുഴപ്പമില്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ ആലനോടൊപ്പം ആനി, സിയോ ന്യൂസ്. നന്ദിയുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ വാർഷികാഘോഷം നടക്കുന്ന സ്ഥലത്ത് തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്ക്. വാർഷികാഘോഷത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് സംഘാടകരെ 2 പേരെയാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിക്ക് പറ്റിയവരെ തൈക്കാട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ വലിയ തരത്തിലുള്ള ഗുരുതര പരിക്കുകൾ ഇല്ലാത്തതിനാൽ സമാധാനമായെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴം പറിച്ചു തിന്നതിന് നവദമ്പതികൾ അറസ്റ്റിലായി. ഹാവേൽ കൊലപാതകം, അറസ്റ്റിലായ ജ്യേഷ്ഠൻ കഴിഞ്ഞ് ജീവപര്യന്തം തടവ്. ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി യൂത്ത് ഇൻ ക്രൈസ്റ്റിന് വിജയത്തിന്റെ പൊൻതിളക്കം. ശവപ്പെട്ടി കച്ചവടക്കാരുടെ നിരാഹാര സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 3-ാം നിലയിൽ നിന്നും താഴെ വീണ യുത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വർഷത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ബ്രദർ ഇയോബ് 3-ാം സ്ഥാനത്തിൽ. വിമൻസ് ഫെലോഷിപ്പ് 1 വർഷത്തെ ചെയിൻ പ്രയർ രൂപീകരിച്ചു. ഇസ്രായേലിന്റെ സീനിയർ പാസ്റ്റർ ലീലി കഴുത്തൊടിഞ്ഞു മരിച്ചു. മിഷൻ പ്രവർത്തനത്തിന് 13 പേരെ ദത്തെടുത്തു. ആകാശത്ത് അജ്ഞാത വൃത്താകാരം, പരിഭ്രാന്തരായി ലോക ജനത. ലോകത്തിന് അത്ഭുതമായി ഒരു കഴുത. സിയോൺ യാത്ര മാസികയിൽ തെറ്റ്, ആക്ഷേപവുമായി വിശ്വാസികൾ. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ എല്ലാ മീറ്റിംഗിലും ബനാന പഫ് പ്രതിഷേധിച്ച് യുവാക്കൾ രംഗത്ത്. ടോപ്പ് സീനിയറിൽ മത്സരമില്ല, കടുത്ത വിഷാദത്തിൽ വിദ്യാർത്ഥികൾ. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ വാർഷികാഘോഷം കാട്ടാക്കട നഴ്സറി സ്കൂളിൽ വെച്ച് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. യൂത്ത് ഇൻ ക്രൈസ്റ്റിന്റെ വാർഷികാഘോഷം നടക്കുന്ന സ്ഥലത്ത് തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്ക്. ഇതോടെ സിയോൺ വാർത്തകൾ അവസാനിച്ചു. നന്ദി.